തുലാവർഷം പെയ്തതിൽ രണ്ടാം ദിനവും ദുരിതത്തിലായി ഇടുക്കി ജില്ല. രാത്രി പെയ്ത മഴയിൽ കുമളിയിലും വണ്ടിപ്പെരിയാറിലും വെള്ളം കയറി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 130 അടിക്ക് മുകളിൽ തുടരുകയാണ്. നെടുങ്കണ്ടത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമായി എന്ന് കരുതുന്ന ഉരുൾപൊട്ടിയ സ്ഥലം പാലാറിൽ കണ്ടെത്തി. ദുരിതം ബാക്കിയാക്കിയാണ് പ്രളയജലം ഇറങ്ങിപ്പോയത്. വഴികൾ പോലും ചെളിയടഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരുന്നു. വെള്ളം കയറിയ വീടുകളിൽ സർവ്വതും നശിച്ചു. പോയി ബെഡ് കുഷ്യനുകളെല്ലാം പോയി. അങ്ങനെ എല്ലാ സാധനവും പോയി. മണ്ണിനടിയിലാണ് മൊത്തം. എല്ലാ സാധനം തന്നെ പോയി. ഒന്നും മിച്ചമില്ല. ഇതല്ലേ തുണികളൊക്കെ ഇരിക്കുന്നത്, എല്ലാം നല്ല തുണികളെല്ലാം മൊത്തം നശിച്ചു പോയി. ഈ കോഴിയും മുയലൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. നമുക്ക് 5 ടണ്ണം ഉണ്ടായിരുന്നു. എല്ലാം ചത്തു. വെള്ളം അതുപോലെ പൊങ്ങി നിൽക്കുമല്ലായിരുന്നു. അത് പിന്നെ ഉച്ച കഴിഞ്ഞല്ലേ വരുന്നത്. അന്നേരത്തേനും എല്ലാം ചത്ത് കിടക്കുമായിരുന്നു. 2 ദിവസത്തിന് ശേഷം പാലാറിൽ ഉരുൾപൊട്ടി 4 ഏക്കർ കൃഷിഭൂമി ഒലിച്ചുപോയ സ്ഥലം കണ്ടെത്തി. കൂട്ടാറിൽ ഒഴുകിപ്പോയ ടെമ്പോ ട്രാവലർ വീണ്ടെടുത്തു. കുമളിയിലും വണ്ടിപ്പെരിയാറിലുമാണ് ഇന്ന് വെള്ളം കയറിയത്. രാത്രി തുടർച്ചയായി മഴ പെയ്തതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. അട്ടപ്പള്ളം ലക്ഷംവീട് കുമളി പ്രദേശത്തെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. കുറേയേറെ കുടുംബങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇന്നലെ രാത്രി ഏതാണ്ട് 3:30-4 മണിയോടുകൂടിയാണ് ഈ റോഡിന്റെ പകുതി തടസ്സം മാറ്റാൻ പറ്റിയത്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ ഇവിടെ തടസ്സം മാറ്റി. മഴയൊഴിഞ്ഞിട്ടും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴാതെ തുടരുകയാണ്. നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. അതിനൊപ്പമാണ് കുമളിയിലും വണ്ടിപ്പെരിയാറിലും വെള്ളമുയരുന്നത്. തുലാവർഷപ്പെയ്ത്തിൽ ഇടുക്കിയിലുണ്ടായത് വൻ ദുരന്തമാണ്. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.